2 വർഷമാകാണ് സിദ്ധാർത്ഥിന്റെ മരണം കഴിഞ്ഞിട്ട്. അപ്പം എന്താ ഇപ്പൊ ആ കേസിന്റെ ഒരു അന്വേഷണം ഏത് രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്? ശരിക്കും നീതി കിട്ടിയോ? നമുക്ക് അങ്ങനെ പറയാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയോ? CBIയുടെ കേസ് നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കത് ഒന്നും പറയാൻ ആയിട്ടില്ല. നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഉണ്ടായിരുന്നു 16 തീയതി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇപ്പം CBIയുടെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അല്ലാതെ ബാക്കി DNA അസിസ്റ്റന്റ് വരാനും പുറത്താക്കിയിരുന്നു. അത് അവർ തിരികെ കയറിയിട്ടുണ്ട്. 19 കുട്ടികളും പുറത്ത് തന്നെയാണ്. അവർ ഓരോന്നിനും അവർ ഇറങ്ങുമ്പോൾ ഞങ്ങളതിനെ എതിർത്തുകൊണ്ട് അപ്പീൽ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ബേക്കിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെ പോകുന്നു. ഇല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും പഠിക്കുകയും എക്സാം എഴുതുകയും ചെയ്യുമായിരുന്നു. എന്നിട്ട് DNA അസിസ്റ്റന്റ് പറഞ്ഞ് തിരികെ എടുക്കാൻ വേണ്ടി അവിടെ നടത്തി പല പരിപാടികളും നടത്തിയാണ് അവരെ തിരികെ കയറ്റിയിരിക്കുന്നത്. അവർ ആ ജോലിയിൽ തുടരുന്നതിനോടുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? അവർ ജോലിയിൽ തുടരാൻ അർഹരാണോ? അതെയോ അവർ പുറത്തേക്ക് പോകണമെന്ന് തന്നെയാണോ ഇപ്പോഴും പറയുന്നത്? കോടതിയിൽ നിന്ന് ഒരു രണ്ടാമതൊരു അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുട്ടികളെ തിരികെ എടുത്തപ്പോൾ? അപ്പോൾ അതിൽ തെളിയിച്ചതാണ് അവരും കുറ്റക്കാരാണെന്ന്. എല്ലാവരും ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഇവരുടെ ഭാഗത്തു നിന്നും. അത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് കിട്ടേണ്ട ശിക്ഷ ഇതല്ല. ഇങ്ങനെ ഇത്രയും ചെറിയ രീതിയിലുള്ളൊരു ശിക്ഷ, അല്ലെങ്കിൽ തരം താഴ്ത്തൽ, ഒരു ട്രാൻസ്ഫറിൽ ഒതുക്കിയാൽ ഇനിയും വീണ്ടും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊരു ശിക്ഷയല്ല. തെറ്റ് ചെയ്തിട്ടുള്ളവരാണ് അവർ, അല്ലാതെ കൊലക്കുറ്റത്തിന് കൂട്ടുനിന്നവരാണ്. അത് നേരിട്ട് കണ്ടിട്ട് എല്ലാ തെളിവുകളും നശിപ്പിക്കുകയും ചെയ്തവരാണ്. സർക്കാർ ആദ്യഘട്ടം മുതൽ ഒപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എന്താണ് അതിൽ തോന്നുന്നത്? ഒപ്പം ഉണ്ടായിട്ടില്ലെങ്കിലും അതിന് ഞങ്ങൾ ചെയ്യുന്ന ഓരോന്നിനും എതിർത്തുകൊണ്ട് കൂടെ ഇരിക്കുകയാണ്. ഞങ്ങളെ സഹായിക്കുന്നതിൽ മാത്രമല്ല, സഹായിക്കാതിരിക്കുക മാത്രമല്ല, അതിനെ എങ്ങനെയൊക്കെ എതിർക്കാം, എങ്ങനെ അവരെ തിരികെ കയറ്റാം, എങ്ങനെ അവരെ എക്സാം എഴുതിപ്പിക്കാം, എങ്ങനെ അവരെ തിരികെ ജോലിയിൽ കയറ്റി അതേ സാലറിയിൽ അല്ലെങ്കിൽ അതേ രീതിയിൽ എങ്ങനെ റിട്ടയർഡ് ആവുന്നതിലോ കൊണ്ടുപോകാം, അതാ അവർ നടത്തുന്നത്. CBIയുടെ അന്വേഷണത്തിൽ നമുക്കൊരു നീതി കിട്ടുമെന്ന് കരുതുന്നുണ്ട്. അതെ, അതിന് സത്യം ജയിക്കണമല്ലോ. അപ്പോൾ അതിൽ വിശ്വാസമുണ്ട്. CBIയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടം മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ഒരാളാണ് മാമൻ എന്ന നിലയിൽ. അപ്പം എങ്ങനെയാണ് കരുതുന്നത്? നിലവിൽ നമുക്കൊരു നീതി കിട്ടിയിട്ടുണ്ടോ? ഇപ്പം കേരള പോലീസിന്റെ ഒരു അന്വേഷണത്തിലായാലും അല്ലെങ്കിൽ സർക്കാർ ഒപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞതിലൊക്കെ നമുക്ക് 2 വർഷം, പെട്ടെന്ന് 2 വർഷം അങ്ങ് കടന്നുപോയി. എന്നാലും നമ്മുടെ ഒരു അതിലുള്ളൊരു അഭിപ്രായം എങ്ങനെയാണ്? നമുക്കൊരു നീതി കിട്ടിയെന്ന് പറയാൻ കഴിയുന്ന ഒരു അവസ്ഥയാണോ ഇപ്പോൾ? നീതി കിട്ടിയെന്ന് പറയാൻ ഉള്ള അവസ്ഥയിലല്ല. എന്നിരുന്നാലും യൂണിവേഴ്സിറ്റി തലത്തിൽ നോക്കുമ്പോൾ ഞങ്ങളൊരു ചെറിയ രീതിയിലൊരു ആശ്വാസം എന്നേ പറയാൻ കഴിയുള്ളൂ. കാരണം ഈ 19 പ്രതികളായ വിദ്യാർത്ഥികൾ ക്രൂരമായി അവനെ മർദ്ദിച്ച് അവശേഷിച്ച് കറക്റ്റായി തെളിയിക്കപ്പെട്ടതാണ്. അപ്പോൾ ഈ 19 പ്രതികളെയും രക്ഷിച്ചെടുക്കാൻ വേണ്ടി സർക്കാർ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളോടൊപ്പം എന്ന് എല്ലാവർക്കൊപ്പം എന്ന് പറയുന്നുണ്ടെങ്കിലും ഏതൊക്കെ തരത്തിൽ അതിനെ എതിർത്ത് ഈ ക്രിമിനലുകളെ സംരക്ഷിക്കുവാൻ വേണ്ടി അവർ അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു. ഈ 19 പ്രതികളെയും അടിയന്തരമായിട്ട് രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി ഇവിടെ സിൻഡിക്കേറ്റ് തലത്തിൽ അതിനുള്ളിലുള്ള തലത്തിൽ ശ്രമങ്ങൾ നടത്തുകയും ഈ ആന്റി റാഗിംഗ് കമ്മിറ്റി അവർ കുറ്റക്കാരാണ്, ഇവരെ 5 വർഷത്തേക്ക് പുറത്താക്കണം എന്ന് നിർദ്ദേശിച്ചിട്ട് പോലും അന്നത്തെ മാനേജിംഗ് കമ്മിറ്റി ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഈ കേസിനെതിരായിട്ട് കോടതിയിലെ വക്കീലിനെ സ്വാധീനിച്ചു. യൂണിവേഴ്സിറ്റി തന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ള അഡ്വക്കേറ്റ് ഈ കേസ് ലൈറ്റായി പോവാൻ, കേസ് അത്രത്തോളം ബലപ്പെടാതിരിക്കാനുള്ള രീതിയാണ് കോടതിയിൽ സ്വീകരിച്ചത്. അതിന്റെ ഫലമായിട്ടാണ് സിംഗിൾ ബെഞ്ച് ഈ 19 പ്രതികളെയും തിരികെ എടുക്കുവാനും പരീക്ഷ എഴുതുവാനും പഠനം തുടരാനും അനുവാദം കൊടുത്തത്, വിധി വന്നത്. ഇതിനെതിരെ ഞങ്ങൾ ഗവർണറെയും കണ്ടു. അദ്ദേഹം, കേരള ഗവർണർ അന്നത്തെ സാർ ഉടൻ തന്നെ ഇടപെടുകയും അത് സ്റ്റേ ചെയ്ത് അതിനുള്ള നടപടികൾ സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ ഞങ്ങൾ ജോർജ് പൂന്തോട്ടം സാർ വഴി അപ്പീൽ സമർപ്പിക്കുകയും ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുത്തു. ആ അപ്പീലിന്റെ അടിസ്ഥാനത്തിൽ പുതിയ സിദ്ധാർത്ഥന്റെ അമ്മയെ കൂടെ കേൾക്കണം എന്നുള്ളൊരു വിധി കോടതിയിൽ നിന്നുണ്ടാവുകയും ആ വിധിയുടെ അടിസ്ഥാനത്തിൽ പിന്നെ നടന്ന അന്വേഷണങ്ങളുടെ രീതിയിലാണ് ഈ 19 പേരും വീണ്ടും കുറ്റക്കാരാണ്. നേരത്തെ ആന്റി റാഗിംഗ് കമ്മിറ്റി കണ്ടെത്തിയത് തന്നെയാണ്. അവർ വീണ്ടും അത് ശരിവയ്ക്കുകയും ഈ 19 പേരെയും വെറ്റിനറി യൂണിവേഴ്സിറ്റി പുറത്താക്കി.
ശരിക്കും പറഞ്ഞാൽ ഓരോ പുതിയ ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോഴും അതിന്റെ പിന്നാലെ പോകുന്നത്, കുടുംബം അതിന്റെ പിന്നാലെ പോകുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോഴും ആ കുറ്റക്കാർക്കെതിരെ ഒരു അന്വേഷണമെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ അപ്പോഴും ഇടപെട്ടില്ല. ആ സെക്കൻഡുകൾ ഞങ്ങൾ അറിയുമ്പം ആ അറിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ അടുത്ത ഇത് പ്രശ്നത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇല്ലെങ്കിൽ അവർ പരീക്ഷ എഴുതും. ഇവർക്ക് പരീക്ഷ എഴുതാൻ അനുവാദം കൊടുത്ത് ഇവർ പരീക്ഷ എഴുതാൻ യൂണിവേഴ്സിറ്റി ചെയ്തത് ഇത് റോക്കറ്റ് വേഗതയിലാണ്. അന്ന് തന്നെ സ്പെഷ്യൽ വാഹനം ഓർഡർ ചെയ്ത് പുതിയ 3-4 അധ്യാപകരെ മണ്ണൂത്തിയിൽ നിയമിച്ച് ഇവർക്ക് പരീക്ഷ എഴുതേണ്ട സൗകര്യം, അതിന്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പം അവരെ സംരക്ഷിക്കാൻ വേണ്ടി അത്രത്തോളം സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനാണ് ഞങ്ങൾ ഉടനെ അന്ന് തന്നെ ഗവർണറെ കാണുന്നു. അദ്ദേഹം ഞങ്ങൾ ചെല്ലും മുന്നേ തന്നെ ഞങ്ങളെ കാര്യങ്ങൾ പരിഗണിക്കും. അദ്ദേഹം ഞങ്ങൾ ചെന്നില്ലെങ്കിലും അദ്ദേഹം അത് പരിഗണിക്കും. ആ രീതിക്കാണ് അദ്ദേഹം നിന്ന് ഞങ്ങളുടെ ഒപ്പം. അവിടെ അത് റദ്ദ് ചെയ്തു. അങ്ങനെയാണ് ആ 19 വരെയും യൂണിവേഴ്സിറ്റി പുറത്താക്കിയത്. ആന്റി റാങ്കിംഗ് കമ്മിറ്റി അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇവർക്ക് 5 വർഷത്തെ പഠന വിലക്ക് അനുവദിക്കണമെന്ന്. പക്ഷേ അവിടെയും ഈ മാനേജിംഗ് കമ്മിറ്റി അവർക്ക് കൊടുത്തിട്ടുള്ളത് വെറും 3 വർഷത്തെ പഠന വിലക്കാണ്. ആജീവാനന്ദം വെറ്റിനറി യൂണിവേഴ്സിറ്റി പുറത്താക്കി. പക്ഷേ അവർക്ക് മറ്റുള്ള യൂണിവേഴ്സിറ്റി 3 വർഷം പഠിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ 2 വർഷം കഴിഞ്ഞു. അടുത്ത വർഷം കഴിയുമ്പോൾ അവർക്ക് പഠിക്കാൻ കഴിയും, വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും കോഴ്സ് പഠിക്കുക. അപ്പോൾ പക്ഷേ ഇവരെല്ലാവരും ക്രിമിനലുകളാണ്. ഇതിൽ തന്നെ 2 ക്രിമിനൽ, ഒരാൾ ജോലിക്കും പ്രവേശിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പാലക്കാടുള്ള ഒരുത്തൻ ജോലിക്കും പ്രവേശിച്ചു. അത് ഡിഗ്രി കഴിഞ്ഞ ആളാണ്, PGക്ക് എന്തോ പഠിച്ചിരുന്നതാണ്. അത് വെച്ച് എംപ്ലോയ്മെന്റ് വഴി ജോലിക്കും പ്രവേശിച്ചിട്ടുണ്ട്. അവിടെയും നമുക്ക് ഇടപെടാൻ നടക്കാൻ ശ്രമിച്ചു. പക്ഷെ അതിൽ ഇടപെടാൻ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. ഇവർക്ക് ഈ പറയുന്ന പോലെ ഒരു 3-5 വർഷമൊക്കെ കഴിയുമ്പോൾ തിരികെ മറ്റൊരു സർവകലാശാലയിൽ പ്രവേശിച്ച് ആ പഠനം നടത്താമെന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എതിർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതെങ്ങനെയാണ് നമ്മുടെ ഒരു തുടർ നീക്കം എങ്ങനെയായിരിക്കും? ഞങ്ങൾ ഇതിന് പുറകെ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ അതിന്റെ അടുത്തത് മെറിറ്റ് എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നീങ്ങും. ഈ വിദ്യാർത്ഥികളോടൊപ്പം തന്നെ അധ്യാപകർ, നേരത്തെ പറഞ്ഞു ഈ കാന്തനാഥൻ ഡീൻ നാരായണനും അസിസ്റ്റന്റ് വാർഡൻ കാന്തനാഥനെയും ഇതുപോലെ പുറത്താക്കിയതാണ്. ഇവർ കുറ്റക്കാരാണെന്ന് നമ്മൾ അറിയാം. ആദ്യം മുതലേ ഈ തെളിവുകൾ നശിപ്പിക്കുവാനും എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുനിന്നതെന്നല്ല, അദ്ദേഹത്തിന്റെ ബ്രെയിനിലാണ് അവിടെ മൊത്തം കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം കൃത്യമായി കുറ്റക്കാരനാണെന്ന് എല്ലാവരും കണ്ടെത്തിയതാണ്. ഇത് കോടതിയിൽ പോയി അവർ 1.5 വർഷത്തേക്ക് സസ്പെൻഷൻ നീണ്ടു, 1.5 വർഷത്തോളം നീണ്ടു. അപ്പോൾ അത് മാനേജിംഗ് കമ്മിറ്റി കൂടുകയും നമ്മുടെ സച്ചിൻ ദേവ് MLA ഉൾപ്പെടെയുള്ള കമ്മിറ്റിയാണ് അവിടെ അതിനകത്തുള്ളത്. അവർക്ക് ഇവരെ തിരികെ എടുക്കണം. അതിനുവേണ്ടി നിയമസഹായം ചെയ്യാൻ വേണ്ടി ബക്കറ്റ് പിരിവ് പോലും അതിനകത്ത് നടത്തിയിട്ടുണ്ട്. അതിനകത്ത് ഈ അധ്യാപകരെ സംരക്ഷിക്കെടുക്കുന്നതിന് വേണ്ടി സാമ്പത്തിക സഹായം പോലും അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അവർ ഇല്ലാത്ത നിയമങ്ങളൊക്കെ പറഞ്ഞ് അവരെ തിരിച്ചെടുക്കാൻ വേണ്ടി, അതായത് എന്തോ സാങ്കേതികങ്ങളൊക്കെ പറഞ്ഞാണ് ഇവരെ തിരിച്ചെടുക്കാൻ പോയത്. ഉടൻ തന്നെ ഞങ്ങൾ ബഹുമാനപ്പെട്ട ഗവർണറെ കാണുന്നു. ഗവർണർ ഉടനെ തന്നെ അതിനകത്ത് അദ്ദേഹം ഇടപെട്ട് അതിനെ റദ്ദ് ചെയ്യുന്നു. ഇതിനോടൊപ്പം തന്നെ ഞങ്ങൾ കോടതിയും സമീപിച്ചു. കോടതിയിൽ നിന്ന് വീണ്ടും ഒരു അന്വേഷണ കമ്മീഷൻ, ഗവർണറുടെയും ഇവരുടെയും ചുമതലയിൽ ഒരു അന്വേഷണ കമ്മീഷൻ വച്ചും അന്വേഷണ കമ്മീഷൻ വീണ്ടും അവർ കുറ്റക്കാരാണ്, 100% കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഇവർക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്തു. പക്ഷെ അവര് എന്താണ് ചെയ്തത്? ഇവർക്ക് ലൈറ്റായിട്ടുള്ള, ഇവർക്ക് ഒരു തരം താഴ്ത്തലും ഒരു ട്രാൻസ്ഫറും കൊടുത്ത് അതിനൊതുക്കി. കൊടുത്തത് എവിടെയാണ്? നാരായണന് കൊടുത്തിട്ടുള്ള വണ്ണൂത്തി തന്നെയാണ്. അദ്ദേഹത്തിന്റെ വീട് തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ എല്ലാവർക്കും സൗകര്യപ്രദമായ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. എവരി 1.5 വർഷം വീട്ടിൽ നിന്നെങ്കിൽ ജോലി ചെയ്യാതെ 6 മാസം പകുതി സാലറി വാങ്ങിയിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ജോയിൻ ചെയ്യുമ്പോൾ ഈ 1.5 വർഷത്തെ സാലറി അവർക്ക് കിട്ടി. അവർക്കൊരു നഷ്ടമില്ല. ഒരു കുട്ടിയുടെ ജീവൻ കളയാൻ വേണ്ടി അവർ കൃത്യവിലോപം കാണിച്ചാണ് ആ കുട്ടി മരണപ്പെട്ടിട്ടുള്ളത്. അവർ ഇടപെട്ടിരുന്നെങ്കിൽ അവന് ആ ജീവൻ നഷ്ടപ്പെടില്ല. ഞങ്ങൾക്ക് പോലും ഇത്തരത്തിലുള്ള ക്രിമിനലായ അധ്യാപകരെടുത്ത് അറിഞ്ഞിരുന്നാൽ പോലും ഇടപെട്ട അവർ സഹായിക്കും. ഒരിക്കലുമില്ല. ക്രിമിനലുകളോടൊപ്പം നിൽക്കുകയുള്ളൂ. കാന്തനാഥൻ പോലും ഈ വിദ്യാർത്ഥികളോടൊപ്പം നിന്നാണ് മദ്യപിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പം ഈ അവസ്ഥയിലാണ്. ഇതിൽ ഈ അധ്യാപകരും ഈ ക്രിമിനലുകളായ ഈ 19 വിദ്യാർത്ഥികളുടെയും പുറകെ ഞങ്ങളുണ്ട്. ഇതിന് ഏതറ്റം വരെയും ഞങ്ങൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. CBIയുടെ ഒരു അന്വേഷണത്തിൽ നമുക്ക് എങ്ങനെയാണ് നീതി കിട്ടുമെന്ന് തന്നെയാണ് അല്ലേ പ്രതീക്ഷ? അതെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി തലത്തിൽ ആ അന്വേഷണം കൃത്യമായി നമുക്ക് ജോർജ് പൂന്തോട്ടം സാറാണ് ഞങ്ങളുടെ കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. വളരെ ഹെൽപ്ഫുള്ളായിട്ടാണ് നമുക്കൊന്നും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോവേണ്ട ഇതുപോലും ഇല്ലാത്ത അദ്ദേഹം നമുക്ക് അത്രയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം അപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കൊരു ആശ്വാസം മാത്രമേ ആയിട്ടുള്ളൂ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള.
മറ്റേ കേസാണെങ്കിൽ CBI ആണ് നോക്കുന്നത്. CBIയുടെ കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പ്രാഥമിക കുറ്റപത്രം അവർ സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കേസിന്റെ മറ്റു വേറെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല, എത്രത്തോളം എത്തിയെന്ന് അറിഞ്ഞൂടെ. ഓരോ മാസത്തിൽ നടക്കുന്ന സിറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ ഒരു അഡ്വക്കേറ്റ് നമുക്ക് പറഞ്ഞു തരും, ഇന്ന ഇത്ര തീയതി ഒരു സിറ്റിംഗ് ഉണ്ടെന്നുള്ള രീതിയിൽ. ബാക്കി അതിന്റെ ഡെവലപ്മെന്റ് ഒന്നും അറിയില്ല. എന്തായാലും CBIയിൽ നിന്നാണ് ഇനി ഒരു പ്രതീക്ഷ നമുക്കുള്ളത്. ഇത് കുറ്റം കണ്ടെത്തി ശിക്ഷിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്.